കള്ള ചെയ്താൽ ഇവിടെ വാടാ. എന്താ മാമ? 78 43 കൂട്ടിയാൽ എത്ര ഉണ്ടാ? 8 3 11. പിന്നെ 7 4 11 121. അല്ലേ? ഇതെത്ര? അത് 111. ഇങ്ങനെയാണ് കണക്ക് ചെയ്താൽ 10 രൂപയ്ക്ക് എന്റെ ബാപ്പ ഉണ്ടായി തരുമോ? ഇയാളെ മുടിപ്പിക്കാനായിട്ട് കുടിക്കാനല്ലേ? ഈ എന്താണ്ട് കുന്തം മുണിക്കമായിരിക്കണേ? അന്റെ മൂന്ന കാണാനല്ലേ എരപ്പ ഈ ആൾക്കാർ വന്നിക്കണേ? പോയി പണി കള്ള ലക്ഷണം കേട്ടോ. എടാ ദൂരെ എന്റെ എനിക്കറിയാം നീ സ്റ്റേഷനിൽ വന്ന കാണും തിരക്കിനിടപെട്ട് വട്ടം കറങ്ങിണ്ടാവുന്ന. ഞാനും നിന്റെ പരിധി എവിടെ കാണാൻ? നിന്റെ ഈ മുടിഞ്ഞ കട കണ്ടുപിടിക്കാൻ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ച്. നീ നിങ്ങൾക്ക് കുടിക്കാൻ എന്ത് ജ്യൂസാ വേണ്ടിയത്? ഗ്രേപ്പ്, പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ, സാത്തുകുടി? ഇനി എനിക്ക് എന്തിനാടാ ജ്യൂസ്? നിന്നെ കണ്ടപ്പോ തന്നെ എല്ലാ ജ്യൂസും ഒരുമിച്ച് കുടിച്ച പോലെ ആയില്ലേ? എവിടെ നിന്റെ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത മാമ? നിന്റെ കട കൊള്ളാമല്ലോ. നിന്റെ മാമ തട്ടിപ്പോയാല് പിന്നെ ഈ കട നിനക്കായിരിക്കും അല്ലേ? ധാരണ്ട് ഞമ്മക്ക് അറിഞ്ഞൂടാ. നിനക്ക് എന്നെ മനസ്സിലായില്ലേ? എടാ, ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച് ഒരു പാത്രത്തിലുണ്ട് ഒരു സിനിമ 3-4 പ്രാവശ്യം ഒരുമിച്ച് കണ്ടേടാ. നൂറേ, നിനക്ക് എന്നെ മനസ്സിലായില്ലടാ. കാള് തെറ്റി. പടച്ചോടാണ് മാമ. ഞമ്മക്ക് ഈ ചെയ്താൻ അറിഞ്ഞൂടാ. അറിഞ്ഞുകൂടാത്തവനാണെങ്കിൽ എങ്ങനെയാണ് അർത്ഥം ഇപ്പൊക്കെ എന്റെ മാമ നാട്ടുകാർ പറഞ്ഞു കൊടുത്തായിരിക്കും. അതെ, ഒന്ന് വന്നാട്ടെ. വരുന്നു. അതെ, ഈ ചെക്കന്റെ പേര് 100 എന്നാണ് ആൾക്കാരെ പറഞ്ഞത്. അതാരെങ്കിലും പറഞ്ഞു തരണം. ഇമാതിരി മുമ്പിലായക്കാരെ ഞാൻ ദിവസേന കാണുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? നിന്റെ പേര് എനിക്ക് ആരും പറഞ്ഞു തന്നീലേ. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് എനിക്ക് എന്ത് കാര്യം? കാര്യം തന്നെ എനിക്ക് പറയുമ്പോ കേക്കാ. നീ ഇപ്പൊ പറഞ്ഞില്ലേ അർത്ഥയ്ക്ക് ഇപ്പൊക്കാത്തൊരു മാമനെ പറ്റി? ആ മാമാണ് ഈ മാമ. അയ്യോ മാമ, സോറി മാമ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല. ഞാൻ ചുമ്മാ പറഞ്ഞ. നിർത്തണം നമുക്ക്. ഈ എന്താ നമ്മളെ മാമാന്ന് വിളിക്കണേ? എന്റെ ഉമ്മ എന്താ നമ്മളെ പെങ്ങളച്ചാ? ഇല്ലാത്ത പരിചയം കാട്ടി ഓരോരോ ഹമാറുകൾ വലിഞ്ഞു കയറും കേരളക്കാരെ പറയിപ്പിക്കാൻ. മേലാലിന്റെ പൂടിയന്റെ ചുറ്റുവട്ടത്തിൽ എങ്ങനെ കണ്ടാൽ എന്റെ കാൽ അടിച്ചിട്ട് ഞാൻ എൽഷേപ്പ് ആക്കും. ആ പോ പോ ഇങ്ങോട്ട് പോ കളവേ.